കുടുക്കപ്പാറ എന്ന സ്ഥലത്താണ്. ഇവിടെ അവിചാരിതമായിട്ട് ഒരു അപകടം നടന്നിരിക്കുകയാണ്. ഒരു മോന് ലോറി കയറി മണ്ണ് മാഫിയയുടെ പിടിയിൽ ഞെരിഞ്ഞമർന്ന ഒരു മോന്. ഈ വീട്ടിലെ മോന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പച്ചനാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. അപ്പച്ച നമസ്കാരം. എപ്പോഴായിരുന്നു അപ്പച്ച ഈ സംഭവം? ഇത് ബുധനാഴ്ച എന്ന് പറയുന്ന ദിവസം 10-ാം തീയതി കൂടിയാണ്. ഇലക്ഷൻ്റെ പിറ്റേ ദിവസം ആണ് സംഭവം നടക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള മോന്റെ പേരെന്തായിരുന്നു? അമൽ മാത്രമുള്ള വീട്ടില് അല്ല, അമലിന്റെ ഒരു സഹോദരി കൂടെ ഉണ്ട്, ആദിത്യ എന്ന് പറയും. അത് ജോലി വല്ലതും ഉണ്ടോ? എനിക്ക് കൂലിപ്പണിയാണ്. അമ്മയ്ക്ക് ഈ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. എത്ര മണിക്കാ? വെളുപ്പിനെ 5:30 എന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ രാവിലെ പതിപോലെ ചായ പിടിക്കാനായിട്ട് ആ ജംഗ്ഷനിൽ പോകുമായിരുന്നു. കുടുക്കപ്പാറ ജംഗ്ഷൻ പോകുന്ന സമയത്ത് വഴിയെ വന്ന പെണ്ണുങ്ങൾ, പാല് മേടിച്ചുകൊണ്ട് വന്ന പെണ്ണുങ്ങൾ പറയുന്നു വഴിയിൽ ഒരാൾ ചത്ത് കിടപ്പുണ്ടെന്ന്. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു ചെന്ന് നോക്കുമ്പം എൻ്റെ മകനായിരുന്നു റോഡിൻ്റെ സൈഡിൽ സ്ഥലവഴി വണ്ടിയുടെ ടയർ കയറി മരിച്ചു കിടക്കുന്നവർ കണ്ട്. ആളിനെ കണ്ടപ്പോഴേ എനിക്ക് ഒറ്റ മനസ്സിലായി. ഉടനെ ഞാൻ ബോധം കെട്ട് പെട്ടെന്ന് എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, സുഹൃത്തിൻ്റെ തോളെ കെട്ടിപ്പിടിച്ചു, എല്ലാണ്ട് താങ്ങിക്കൊണ്ടെന്ന് എന്നെ അടുത്തൊരു വീട്ടിൽ കൊണ്ട് ഇരുത്തി. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് വന്നെന്നോ ബോഡി കൊണ്ടുവന്നൊക്കെ പറയുന്നത് കേട്ട്. അതിനിടയ്ക്ക് ഇന്ന് ഞാൻ സ്റ്റേഷൻ ചെന്നപ്പം മൊബൈലിന് വേണ്ടിയിട്ട്, എൻ്റെ മോൻ്റെ മൊബൈലിന് വേണ്ടിയിട്ട് സ്റ്റേഷൻ ചെന്നപ്പം സാറേ എനിക്ക് കൊച്ചിൻ്റെ മൊബൈൽ തരാൻ ചോദിച്ചു. ചെന്നപ്പം ഇങ്ങനെ തരാൻ പറ്റിയില്ല, കോടതിയിൽ കൊടുത്തേ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞ് പോരുകയും ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ 2 പ്രാവശ്യം വണ്ടി കയറി പോകുന്ന നാട്ടുകാർ പറയുന്നത് കേട്ടല്ലോ എന്ന് പറയപ്പോഴത്തേക്ക് പറഞ്ഞ് ആ പോലീസുകാരനായ സാറ് എന്നോട് പറയുന്നത് ശരിയാണ്, ആ വണ്ടിയുടെ ബാഗിലെ 2 ടയറിലും ചോരപ്പാടുണ്ടായിരുന്നു പറയുന്നത്. ഞാൻ പറഞ്ഞു 2 സൈഡിലുള്ള ടയറിലും ചോരപ്പാടുണ്ടായിരുന്നു പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ 1 പ്രാവശ്യം കയറ്റുക എന്ന് പറയുന്നത് അത് അറിഞ്ഞുകൊണ്ട് കയറ്റിയതല്ലേ സാറേ ചോദിച്ചു. അന്നേരം പറയുന്നു ആദ്യം പോയപ്പോൾ കണ്ടു കാണിയില്ല, 2ാമത് കണ്ടു കാണുമായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞു. ഇത്രയും ഞാൻ കേൾക്കുകയും പറയുകയും കാണുകയും ചെയ്ത സംഭവം. ബാക്കി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആദ്യം തന്നെ കാണുന്നേ അല്ല, അതിനു മുമ്പ് ആരെങ്കിലും കണ്ടതായിട്ട് പറഞ്ഞോ? പാലും വാങ്ങിച്ചുകൊണ്ട് ഞാൻ കടയിലോട്ട് പോകുന്നപ്പോൾ പാല് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പെണ്ണുങ്ങളാണ് കാണുന്നത്. പെണ്ണുങ്ങൾ കണ്ടിട്ട് പറയുന്നു ഇങ്ങനെ വണ്ടിയുടെ സൈഡിലുള്ള ആൾ വണ്ടി ഇടിച്ച് കിടപ്പുണ്ട് എന്ന് പറയുന്നു. അവർക്ക് ആളെ മനസ്സിലായില്ല, മുഖം വഴിയാണ് വണ്ടി കയറി പോയത്. അത് കേട്ടോണ്ട് ഞാൻ നടന്ന് ചെന്ന് കഴിയുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ മകനാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പം ഇവിടെ ഈ മണ്ണ് മാഫിയ ഈ പ്രദേശം കൈയടക്കിയാക്കണോ? മണ്ണ് മാഫിയ എന്ന് പറയുന്നത് അവർക്കിപ്പം ഒരു നിയന്ത്രണം ഇല്ലല്ലോ. അവരിപ്പം രാത്രി എപ്പോഴാണെന്നൊന്നും ഇല്ല. അവരെപ്പോഴും മണ്ണ് എടുത്തുകൊണ്ട് പോകണം. ഇതിന് പാസ്സുണ്ടോ, നിയമ നടപടി എന്തെങ്കിലും ഉണ്ടോ, അവർക്ക് അവരുടെ തോന്നിവാസം എന്തും ചെയ്യാവുന്ന രീതിക്കല്ലേ ഇപ്പം കാര്യം നടത്തിക്കൊണ്ടിരിക്കണേ. ഈ മോന് ആ സമയത്ത് ഈ 5:30 മണി സമയത്താണല്ലോ ഈ സംഭവം. 5 മണിക്കും 5:30ക്കും ഇടയ്ക്കാണല്ലോ. അതെ. ആ സമയത്ത് അവിടെ വരാനായിട്ട് എന്താ അപ്പത്തെ കാരണം ഉണ്ടായി? ജോലിക്ക് വല്ലതും പോയത്? ജോലിക്ക് പോയിരുന്നായിരുന്നു. അവൻ വെൽഡിങ്ങിന്റെ പരിപാടിയായിരുന്നു. എത്ര വർഷമായിട്ട് ബിൽഡിംഗ് ഉണ്ട്? വെൽഡിങ്ങിന് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4-5 മാസമായുള്ളൂ. ബിൽഡിംഗ് പഠിച്ചതാണല്ലേ? ബിൽഡിംഗ് പഠിച്ചു, IT പഠിച്ച് പാസ്സായതാണ്. ഓക്കെ. അപ്പോൾ അതിന് പഠിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം എന്തെങ്കിലും +2 വരെ ഉണ്ട്. അപ്പം ഇതുപോലെ പകലൊക്കെ ചൂട് കൂടുതലാണെങ്കിൽ ഇതിൻ്റെയൊക്കെ മേളിൽ കയറിയിരിക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ അവർ അപ്പോൾ അതുകൊണ്ട് വെയിൽ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി തണുപ്പായി കഴിയുമ്പം കയറി വെൽഡ് ചെയ്യുകയും പിടിക്കുകയും ചെയ്ത് ഇതുപോലെ ലേറ്റായി വരാറുണ്ട്. ജോലി കഴിഞ്ഞ ക്ഷീണിതനായിട്ടായിരുന്നു വന്നതല്ലേ? അതെ, അങ്ങനെ വന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ബൈക്കുണ്ടോ മോന്? ബൈക്കൊന്നുമില്ല. എവിടെയാ, ആരാ കൊണ്ട് വിട്ടേ? ഇവൻ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആ കോൺട്രാക്ടറാണ് അവിടെ വഴിയിലെങ്ങാണ്ട് കൊണ്ട് ഇറക്കിവിട്ടെന്നാണ് പറയുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നീടൂരെന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് 5 മാസമായിട്ട്. അവിടുന്ന് ആ ഓണർ കൊണ്ടുവിടും. രാത്രിയൊക്കെ ആവുകയാണെങ്കിൽ കൊണ്ടുവിടും. പലപ്പോഴും ഇങ്ങനെ കൊണ്ടുവിടാറുണ്ട്. അവർ ലേറ്റായി നിർത്തുന്നതാണ് ഇങ്ങനെ കൊണ്ടുവിടാറുണ്ട്. എന്നാൽ ചില ദിവസം നേരത്തെ വരികയും ചെയ്യും. ഇവിടുന്ന് ഒരു 700 മീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ ഈ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അത്രേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ നോക്കിയാൽ ആരും കൊണ്ട് വരികയില്ല, അത്രേ കാണുള്ളൂ തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പോരുമായിരുന്നു. ഇവിടെ വരുമ്പോൾ മുട്ടി വിളിക്കാറുണ്ടോ അല്ലെങ്കിൽ ബെല്ലടിക്കുമോ? ഇവിടെ വരുമ്പോഴത്തേക്കും അതിലെ മുട്ടി വിളിക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും അച്ഛനും അമ്മയും ആരെങ്കിലും ആയിട്ട് വാതിൽ തുറന്നു കൊടുക്കും. പുള്ളി വരും, കുളിയും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കിടക്കും.
അങ്ങനെ ലേറ്റായി പകല് മൊത്തം കിടന്നുറങ്ങും, രാത്രി ജോലി ചെയ്യും. അല്ല, പകൽ ദിവസം അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ പിറ്റേ ദിവസം പണിക്ക് പോയില്ല. അങ്ങനെ ലേറ്റായി വരുന്ന ദിവസം പിറ്റേ ദിവസം പണിക്ക് പോകത്തില്ല. അത് എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിൽ അങ്ങനെ കൂടുതൽ പണി ഉണ്ടെങ്കിൽ ആ പണി തീർത്ത് വരുവാണെങ്കിൽ പിറ്റേ ദിവസം പിന്നെ പണിക്ക് പോകത്തില്ല, അതിൻ്റെ പിറ്റേ ദിവസം പോകും. ഈ വണ്ടി ഓടിച്ച ഡ്രൈവർ വല്ലതും വന്ന അപ്പച്ചനോട് ഇവിടെ വന്ന അമ്മേനോ കാണുമോ, സംസാരിക്കുകയോ വല്ലതും ചെയ്തോ? ഇല്ല, അങ്ങനെ നമ്മുടെ അടുക്കൽ അങ്ങനെ ഈ വണ്ടി. ഈ ഡ്രൈവർ എവിടുത്തുകാരനാ? മോനിപ്പള്ളി. ഇവിടുന്ന് വലിയ ദൂരമില്ല? ഇല്ല, ഒരുപാട് ദൂരമില്ല. ഇവിടുന്ന് ഒരു 3-3.5 കിലോമീറ്റർ കൂടുതലില്ല പുള്ളിയുടെ വീട്ടോട്ട്. ഈ ഡ്രൈവറെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ മണ്ണ് എങ്ങോട്ട് എടുത്തോണ്ട് പോയെന്നറിയാവോ? അയ്യോ, അതറിയത്തില്ല. രാത്രിയിലേക്കല്ലേ ഇവർ മണ്ണ് എടുത്തോണ്ട് പോകുന്നത്, എങ്ങോട്ടൊക്കെയാന്ന് നമുക്കൊരു പിടുത്തവുമില്ല. അപ്പം ഈ രാത്രിയിലൊക്കെ മണ്ണെടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അമിത വേഗത്തിൽ ഓടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൂടാതെ ഈ രാത്രി ഉറക്കളച്ചുള്ള ഓടിയിരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഡ്രൈവിങ് മണ്ണെടുത്ത് പോകുന്ന ആൾക്കാർ മദ്യപിച്ചും പറക്കിയൊക്കെ, മദ്യപിച്ചു ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല, അതിന് സാധ്യതകളുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ ഒരു നിയമം വെച്ചേക്കുന്നത്. രാവിലെ 6 മണി കഴിഞ്ഞിട്ട് മണ്ണെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വൈകിട്ട് 6 മണിക്ക് മുമ്പ് തന്നെ മണ്ണെടുക്കുക പൂർത്തിയാക്കണം എന്നുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം കാറ്റി പറത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മണ്ണ് മാഫിയ ചെയ്തിരിക്കുന്നത്. ഈ കേരളം ഒട്ടിക്ക് വളരെയധികം താഴ്ചപ്പാടങ്ങൾ മണ്ണിട്ട് മൂടി, ഭൂമി കുന്നുകൾ ഇടിച്ചു നിരത്തി സമതല പ്രദേശങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നീർച്ചാലുകൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ദുരന്തങ്ങളുമാണ് ഇത് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലൊരു മോൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ ദുരന്തങ്ങൾ ഇനി ഈ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഡിക്റ്റഡ് ന്യൂസ് കേരള നിങ്ങളുടെ മുമ്പിൽ ഈ വീട്ടിൽ ഇവിടുത്തെ ഒരു അപ്പച്ചൻ്റെ ഒരു മോനായിട്ട് തന്നെ വന്ന് സംസാരിക്കുന്നത്. ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്. വേണ്ടപ്പെട്ട അധികാരികൾ വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇങ്ങനെയുള്ള മാഫിയകൾക്കെതിരെ, മണ്ണ് മാഫിയകൾക്കെതിരെ, ഇങ്ങനെയുള്ള വണ്ടികൾ പിടിച്ചെടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഡ്രൈവിംഗ് ലൈസൻസ് കട്ട് ചെയ്ത് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അപകടങ്ങൾ, ഇങ്ങനെ ഒരു മരണങ്ങൾ ഒരിടത്തും ഈ കേരളത്തിൽ ഒരിടത്തും ആ സമയത്ത് സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം. ഇവിടെ നീ കാണുന്ന സ്ഥലത്തു നിന്നാണോ കൊണ്ടേ? അതെയോ? എത്ര കാലമായി ഇവിടുന്ന് ഈ മണ്ണെടുക്ക തുടങ്ങിയിട്ട്? ഇവിടെ ഒരു 10 ദിവസം മുമ്പ് എടുത്തോണ്ട് പോയാ. ഏത് സമയത്താണ് മണ്ണെടുക്കുന്നത്? അത് ഞാൻ ഓർക്കുന്നില്ല. രാത്രി സമയത്താണോ മണ്ണെടുക്കുന്നത്? രാത്രി സമയമൊന്നും ഒന്നും എടുത്തില്ല, പകലായിരുന്നു. അതെയോ? ഞങ്ങളിവിടെ ഇരിക്കാറില്ല, എനിക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൻ്റെ ഒക്കെ ബിസിനസ്സാണ്. അതെയോ? രാത്രി സമയത്ത് ലോറി വരുന്നത് കാണാറുണ്ടോ? രാത്രി കാലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ രാത്രിയിലാണ് ഈ സംഭവം നടന്നത്? ഇത് വെളുപ്പിനാണ് ഈ ഇടി നടക്കുന്നത്. അതന്നെ, രാത്രിയിലെ ഇടി നടക്കാൻ കാരണം എന്താ? അത് എനിക്കറിയില്ല. അവിടെ ഞാൻ ഇവിടെയല്ലേ, നമ്മൾ രാവിലെ കടയിൽ പോയപ്പോഴാണ് അറിയുന്നത്. അതെയോ? കണ്ടായിരുന്നോ? ഒന്ന് മോനെ കണ്ടായിരുന്നോ? അല്ല, മോനെ ഒന്നും ഞാൻ കണ്ടില്ല. മറ്റേ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി കണ്ടോളൂ. ഏത് സമയത്ത് ജോലിക്ക് പോകുന്നേ? ഞങ്ങൾ 9-10 മണിക്കൊക്കെ ആയിട്ട് പോകും. അതെ. ഒച്ച കേട്ടാ? മണ്ണെടുക്കുന്ന ഒച്ച കേട്ടതാ. ലോറി വന്ന എത്ര ലോറി ഉണ്ടായിരുന്നറിയാവോ? 4:45-5 ഇടയ്ക്കാ.